2026 സെപ്റ്റംബർ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത്. ജീവിതത്തിൽ സാമർഥ്യവും സൗഭാഗ്യവും ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് രണ്ടിൽ കൂടുതൽ ധനമാർഗം ഉണ്ടാകാനുള്ള പദ്ധതികൾ രൂപീകരിച്ച് അതിൽ നിന്ന് സാധ്യത നേടിയെടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഭൂമിയും വസ്തുവകകളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നു. അപൂർവം ചില ആൾക്കാർക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ചിലർക്ക് സർക്കാരിന്റെ കരാർ ജോലികൾ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. തൊഴിലിലും പഠിപ്പിലുമൊക്കെ പുരോഗതി വരുന്നതായിട്ടാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയുക. അതുപോലെ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതിനും ഒരു യോഗമുണ്ട്. ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും വിരോധങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. വാഹന അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷ നേടാൻ സാധിക്കുന്നു. മക്കള് വിദേശ പഠനത്തിൽ പോയിട്ട് അവര് അവധിക്കായിട്ടോ അല്ലെങ്കിൽ പഠനം വിജയിച്ച് പൂർത്തിയാക്കി തിരിച്ചു വരുന്നതിന്റെ ഒരു സന്തോഷം ആഘോഷിക്കാൻ സാധിക്കുന്നു. ക്ഷീര കർഷകർക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. വാഹനം ഇത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം കഴിക്കുന്നതിന് പറ്റിയ ജോഡിയെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അത് വിവാഹമോ വിവാഹ നിശ്ചയമോ അവർക്ക് നടത്തുവാൻ സാധിക്കുന്നു. ചിലർക്ക് പുത്രഭാഗ്യം ഉണ്ടാകുന്നു. ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നു. മാനസികപരമായിട്ടുള്ള പിരിമുറുക്കം, ഡിപ്രഷൻ എല്ലാം മാറിക്കിട്ടുന്നു. മനസ്സന്തോഷം ലഭിക്കുന്നു. പദവിയും അധികാരവും കീർത്തിയും ഐശ്വര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ഭയപ്പെടുത്തുന്ന സമൻസ്, അതായത് നോട്ടീസുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. വഞ്ചനയിലും ചതിവിലും പെടാണ്ടിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങൾ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 14 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അഗ്നി മൂലം അതായത് തീയിൽ നിന്ന് ചില പൊള്ളലുകളേക്കാൻ ഈ കുട്ടിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ വിഷവസ്തുക്കളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യം എവിടെയും കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ കാണുന്നില്ല. സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ എന്നുള്ള ആഭരണങ്ങൾ സമ്മാനങ്ങളായി ലഭിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. ചില കുട്ടികൾക്ക്, അപൂർവം ചില കുട്ടികൾക്ക് ത്വക്കിന് ചില അലർജി ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ വിദ്യാഭ്യാസം തുടങ്ങാൻ ഒരു തടസ്സവുമില്ലാണ്ട് തുടങ്ങാനും മുന്നോട്ട് പോകാനും സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ആരെയും മയക്കുന്ന ഒരു വാക് സാമർഥ്യം ഇവർക്ക് ജന്മന ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. ആയതിനാൽ വളരെ ശ്രമിച്ചാൽ നല്ലൊരു പ്രാസംഗികനാകാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. കുടുംബത്തിന് പുതിയൊരു വാഹനം ലഭിക്കുന്നതിനുള്ള ഒരു യോഗമുണ്ട്. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കുടുംബസമേതം ഒരു വിദേശത്തേക്കോ അല്ലെങ്കിൽ അന്യദേശത്തേക്കോ പോയി താമസിക്കുന്നതിനൊരു യോഗം കാണുന്നുണ്ട്. ടൈഫോയിഡ്, വാദം മുതലായ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ശത്രുക്കളിൽ നിന്നും ഉപദ്രവം ഉണ്ടാകാം. സർക്കാരിൽ നിന്നും അധികാര സ്ഥാനങ്ങളിൽ നിന്നൊക്കെ കുറച്ച് അനിഷ്ടങ്ങൾ, ശകാരങ്ങൾ എന്നൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കാലം കുട്ടിയും വീട്ടുകാരും ഒരുവിധ തർക്കങ്ങളിലും പന്തയങ്ങളിലും വഴക്കുകളിലും ഒന്നും ചെന്ന് ചാടാതിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മിക്ക കുട്ടികൾക്കും വിദ്യാഭ്യാസം തുടരുവാനായിട്ട് സാധിക്കുന്നു. യാതൊരു പ്രയാസങ്ങളും കാണുന്നില്ല. അരിഷ്ടതകള് മോശകാലവും ക്രമേണ കുറേശ്ശെ മാറി മാറി വരുന്നതായിട്ടാണ് കാണുന്നത്. അവിചാരിതമായി ധനം ഉണ്ടാകുന്ന ഒരു യോഗം ഇവർക്ക് കാണുന്നുണ്ട്. ഈ സമയം പ്രണയം തുടങ്ങുവാൻ പറ്റിയ ഒരു കാലഘട്ടമല്ല. ചിലപ്പോൾ പ്രണയം തുടങ്ങിയാൽ അത് പരാജയപ്പെടാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തെ കുടുംബത്തിന് ഒരു കൃഷി ഭൂമിയോ അല്ലെങ്കിൽ വീട് നിർമ്മിക്കാനുള്ള സ്ഥലമോ അവർക്ക് വാങ്ങുവാനോ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുവാനോ ഉള്ള സാധ്യത കാണുന്നുണ്ട്. വാഹനങ്ങൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യേണ്ടത്. അപകടത്തിൽ നിന്നും രക്ഷപ്പെടുക, അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധിക്കുന്നു. 21 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തികച്ചും ആത്മാർത്ഥമായ പരിശ്രമം നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. അത് നിങ്ങളൊരു ജോലിക്കാരനാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സംരംഭകനാണെങ്കിലും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് അധ്വാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ധനം സമ്പാദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിവാഹവും സന്താന ഭാഗ്യവും ഒക്കെ ഇവർക്ക് ജാതകത്തിൽ കാണുന്നുണ്ട്.
ഈ കാലത്ത് ഒരുവിധം ഗുണകരമാകുന്നു. ഈ കാലയളവ് നല്ലതാകുന്നു. പല നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്നു. മികച്ച വിദ്യാഭ്യാസം നേടാൻ സാധിക്കുന്നു. മികച്ച തൊഴിലും അവർക്ക് ലഭിക്കുന്നു. അതുപോലെ അവർക്ക് ഇഷ്ട വാഹനം, വീടൊക്കെ വാങ്ങാൻ സാധിക്കുന്നു. തൊഴിൽ സംബന്ധമായി ധാരാളം പുരോഗതി ലഭിക്കാനുള്ള ഒരു പുരോഗതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. കാര്യം പ്രൊമോഷൻ ലഭിക്കുന്ന ഉദ്യോഗസ്ഥർക്ക്, സംരംഭകർക്കാണെങ്കിൽ അതുപോലെ തന്നെ പുതിയ ബ്രാഞ്ച് തുടക്കുന്നതിന് അല്ലെങ്കിൽ നിലവിലുള്ള യൂണിറ്റ് വലുതാക്കുന്നതിനൊക്കെ വികസിപ്പിക്കുന്നതിന് സാധിക്കുന്നു. സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചില രോഗങ്ങൾ വരുമെങ്കിലും അതൊന്നും അത്ര പ്രശ്നമായി കാണുന്നില്ല. ഈശ്വരാനുഗ്രഹം ഉള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ സമ്പത്ത് നേടാനും അതുപോലെ ആ സമ്പത്ത് എന്നേക്കുമായി നിലനിൽക്കുന്നതിനും അവർക്ക് ഐശ്വര്യവും പൂജകളും എല്ലാം പ്രാർത്ഥനകളൊക്കെ മതപരമായ ചടങ്ങുകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ചിലർക്ക് നാട്ടിലോ വിദേശത്തോ വ്യാപാരത്തിൽ ഏർപ്പെടുന്നതിന് അവർക്ക് സാധിക്കുന്നു. കൂടാതെ ഒരു വ്യാപാര ശൃംഖല തന്നെ അവർക്ക് പടുത്തുയർത്താൻ സാധിക്കുന്നു. കൃഷിക്കാർക്ക് ഏറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. നാൽക്കാലി വ്യാപാരം നടത്തുന്നവർക്കും ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നു. ചിലർക്ക് ശത്രുക്കളെ കണ്ടെത്തുവാനും അവരെ ശിക്ഷിക്കാനും വേണ്ടത് ചെയ്യാനും അവർക്ക് സാധിക്കുന്നു. സമൂഹം അങ്ങനെയുള്ള ഒരു ജോലിയായിരിക്കും അവർക്ക് ലഭിക്കുക. പോലീസോ അങ്ങനെയൊക്കെയുള്ള ജോലിയായിരിക്കാം. സമൂഹത്തിലെ ഉന്നതന്മാരുമായി സഹകരിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 41 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മേലധികാരികളുമായി ഒത്തുചേർന്ന് പോകുന്നതായിരിക്കും നല്ലത്. അവരെ അധികം വെറുപ്പിക്കാണ്ടിരിക്കുക. എന്നാൽ അവരെ അകമഴിഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യല്ലേ. എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ട് അവര് രക്ഷപ്പെടുത്തിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് നിങ്ങൾ നിൽക്കാൻ പാടില്ല. നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദോഷം വരും. ശത്രുക്കളോടും അസൂയാലുക്കളെയും നിങ്ങളൊന്ന് സൂക്ഷിക്കുക, നല്ലതായിരിക്കും. അതുപോലെ പൊതുവെ ഒരു വലിയ നേട്ടമുള്ള ഒരു കാലഘട്ടമല്ല ഇത്. അധികാരികളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ കമ്പനി മീറ്റിങ്ങുകൾ, മറ്റുള്ള സന്ദർശനങ്ങൾ ഇവയൊന്നും നിങ്ങൾ ഒഴിവാക്കരുത്. ശത്രുക്കളെയും അസൂയാലുക്കളെയും ഇവിടെ ഒന്ന് കരുതിയിരിക്കുക, നല്ലതായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ഒരു രഹസ്യം, അതായത് രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ വീക്ക്നെസ് ആരും അറിയാണ്ടിരിക്കുന്നതും നിങ്ങളെ അപകടം ക്ഷണിച്ചു വരുത്താണ്ടിരിക്കുന്നതാണ്. സൂക്ഷിച്ചാൽ ഇതെല്ലാം മറികടക്കാം. ജോലിയിൽ അശ്രദ്ധ കാണിക്കരുത്. ചിലർ പർവ്വതങ്ങളിലും മറ്റുള്ള വനമേഖലയില് അവര് സാഹസികപരമായി യാത്രകൾ ചെയ്യാനായിട്ട് അവർ പോകേണ്ടതായിട്ട് വരാം. അതുമൂലം പല നേട്ടങ്ങളും അവർക്കുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. നീർദോഷം, വായുകോപം എന്നിവ ഉണ്ടാകാം. 47 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇതുവരെ വളരെ ശ്രമപ്പെട്ടതിനാൽ ഈ കാലഘട്ടം വളരെ നല്ലതായി തന്നെ കാണപ്പെടുന്നു. സൂക്ഷിക്കാതെ വിന വരുത്തിയവർക്ക് കഷ്ടകാലം തുടരുന്നതായിട്ടാണ് കാണുന്നത്. വിശേഷ അതിഥികളെ സൽക്കരിക്കാനും അതുവഴി പല മേഖലകളിൽ പ്രവേശിപ്പിക്കുവാനും ഇവർക്ക് സാധിക്കുന്നു. എവിടെയും വിശ്വാസമുള്ള ഒരു ശൃംഖല നെറ്റ്വർക്ക് അവർക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നു. ഈ നെറ്റ്വർക്ക് മൂലം ബിസിനസ്സിലും കാർഷിക രംഗത്തും തൊഴിൽ മേഖലയിലായിരുന്നാലും വളരെയധികം ഉയരുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു. പല വിലപ്പെട്ട സമ്മാനങ്ങളും അവർക്ക് ലഭിക്കുന്നതിനൊരു യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്തമമായ തൻ്റെ ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കുന്നതിനും അവർക്ക് യോഗമുണ്ട്. അതുപോലെ അവർക്ക് പൊതുവെ വീടും ജോലി സ്ഥലവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നുള്ള ഒരു ദൂരമേ ഉള്ളൂ. അല്ലെങ്കിൽ അതെല്ലാം ചേർന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. എളുപ്പത്തിന് ജോലി സ്ഥലത്തേക്ക് വരാൻ സാധിക്കും. മനസ്സിൽ സന്തോഷമുണ്ടെങ്കിലും ഒരു അതൃപ്തി ഉണ്ടാകുവാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടാകാമെങ്കിലും അതൊന്നും വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്നില്ല. 57 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരു ഉറ്റ ബന്ധുവിന്റെ വിയോഗം കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചവർക്ക് ധനവും ഐശ്വര്യങ്ങളും ധാരാളം ഉണ്ടാകാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. ചിലർക്ക് ചില അവയവങ്ങൾക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. സർക്കാരിൽ നിന്നും ചില പ്രതികൂല നടപടികൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം ശത്രുക്കൾ ശല്യം ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ, ഈ നടപടികളൊക്കെ ഉണ്ടാകാൻ കാരണം. അതുപോലെ സ്ത്രീകൾക്ക് ചില അന്യപുരുഷന്മാർ നിമിത്തം ദ്രോഹങ്ങളും, അതുപോലെ പുരുഷന്മാർക്ക് അന്യ സ്ത്രീകൾ നിമിത്തം ചില ദ്രോഹങ്ങൾ, അതായത് മാനഹാനി സംബന്ധിച്ചവ വരാൻ സാധ്യതയുള്ളതിനാൽ വളരെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും, അതായത് ഉത്തമമായ നിക്ഷേപ പദ്ധതികളാണ് അവരെ നിക്ഷേപിച്ചിരിക്കുന്നത്, അതിൽ നിന്നും ധാരാളം
ആദായം ലഭിച്ചു തുടങ്ങാവുന്ന ഒരു കാലഘട്ടമാണ്. 64 വയസ്സിന് മുകളിലോട്ടുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കണ്ടറിഞ്ഞ് ശ്രദ്ധിച്ചവർക്ക് ഏറെ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ അവർക്ക് ഉണ്ടാകും. ഒരു സാമ്പത്തിക പ്രശ്നങ്ങളെ അവർക്ക് തരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കഴിവ് അവർക്ക് ലഭിക്കുന്നു. ഈ കാലം ചിലർക്ക് അനുകൂലമായും ചില തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പ്രതികൂലമായിട്ടുമാണ് വരുന്നത്. അലർജിയും ത്വക്ക് രോഗവും വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ വളരെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. എക്സിമ, വെള്ളപ്പാണ്ട്, സോറിയാസിസ് എന്നിവ വരാനുള്ള ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. അതിന് തക്ക ചികിത്സ ലഭിക്കുന്നതാണ്. ചിലർക്ക് പ്രമേഹം, BP മുതലായ വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇവർക്ക് ധനത്തിനൊന്നും ഒരു കുറവ് വരുന്നില്ല. ആയുധങ്ങളിൽ നിന്നും മുറിവേൽക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർക്ക് വിദേശത്തേക്ക് പോയി അവിടെ താമസിക്കുന്നതിന് സാധിക്കുന്നു. ഈ സമയം വിഷവസ്തുക്കളിൽ നിന്നും ഒക്കെ ഒന്ന് അകലം പാലിക്കുന്നത് നല്ലതാണ്. അതായത് തോട്ടം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ കീടനാശിനി തളിക്കുമ്പോൾ വേണ്ടുന്ന സുരക്ഷാ മുൻകരുതൽ എടുത്തിട്ട് വേണം കീടനാശിനികളൊക്കെ തളിക്കുന്നതിലേക്ക് വേണ്ടി. അല്ലെങ്കിൽ പല രോഗങ്ങളും വന്നേക്കാം. ശരീരത്തിന് ബലക്കുറവ് വരുന്നതിന് സാധ്യതയുണ്ട്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ഈ സെപ്റ്റംബർ മാസത്തിലെ സൂര്യനും ബുധനും കേതുവും കൂടി ചിങ്ങരാശിയിൽ യോഗം ചെയ്ത് വരുന്നതിനാല് അതിന്റെ ഫലങ്ങള് സമ്മിശ്ര ഫലങ്ങളാണ് ലഭ്യമാകുക. ഗുണദോഷങ്ങൾ ഇടപെട്ടുള്ള ഫലങ്ങളായിരിക്കും ലഭിക്കുക. ഈ യോഗത്തിനെ ത്രിഗ്രഹ യോഗം എന്നാണ് പറയുന്നത്. കരിയറിൽ, ബിസിനസ്സിൽ പുതിയ തീരുമാനമെടുക്കുമ്പോൾ ചെറിയ തടസ്സങ്ങളോ ആശയക്കുഴപ്പങ്ങളൊക്കെ ആദ്യം ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. അത് പിന്നീട് അതിനെല്ലാം തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മികച്ച വിജയം കൈവരിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. വാദം, പിത്തം, കഫം മുതലായവരുടെ സന്തുലിതാവസ്ഥയ്ക്കുള്ള വ്യത്യാസം മൂലം പല രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാനസിക സംഘർഷം ഉണ്ടാകാം. അതായത് പിരിമുറുക്കം, ഡിപ്രഷൻ ഇതൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. നാഡീവ്യൂഹവുമായി ബന്ധമുള്ള ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങൾ വരാം. ഓർമ്മക്കുറവ് വരാം. എവിടെയെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ മറന്നു വെക്കാം. അല്ലെങ്കിൽ ഭയങ്കരമായ ഉറക്കം അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങൻ രാശിയിൽ നിൽക്കുമ്പോൾ പ്രതാപവും ആത്മവിശ്വാസങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നതിനും എല്ലാം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. എന്നാൽ കേതുവിന്റെ സ്വാധീനം ചിന്താശേഷിയെയും ഈഗോയെയും ഉൾവലിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. സമൂഹത്തിന് അംഗീകാരവും അധികാരവും നേതൃത്വ പദവിയൊക്കെ ലഭിച്ചേക്കാം. സൂര്യനും കേതുവും കൂടി ഒരു രാശിയിൽ നിൽക്കുന്നതിനാൽ ലൗകിക സുഖങ്ങൾക്ക് താല്പര്യം കുറയുകയും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ബുധൻ കേതുവിനോട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ വിശകലന ശേഷി കൂടുന്നു. അതായത് ചില സമയം ആശയവിനിമയങ്ങളിൽ ഇങ്ങനെ വിശകലനം ചെയ്ത് അത് ചിലപ്പം പലരുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് ഒരു കുഴപ്പം വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. തെറ്റിദ്ധാരണ വരാം. നിങ്ങൾക്കുള്ള പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് വരുന്ന സെപ്റ്റംബർ മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.